So module 3, okay, module 3 of EDCA, transformers. മൊഡ്യൂളിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമേഴ്സ്. സോ ഇതാണ് ട്രാൻസ്ഫോർമറിൻ്റെ ഫിഗർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ study the definition of a transformer. What is a transformer? A transformer is a static device which transfers electrical power from one circuit to another circuit without change in frequency by mutual induction. So transformer is a static device which transfers electrical power from one circuit to another circuit without change in frequency by mutual induction. ഓക്കെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്, അത് റൊട്ടേറ്റ് ചെയ്യാത്ത ഒരു ഡിവൈസാണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദി ട്രാൻസ്ഫോർമർ? ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ പവർ. കണ്ടോ, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ പവർ. ഇലക്ട്രിക്കൽ പവറിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എവിടെ നിന്ന് എവിടേക്കാണ്? ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട്. ഹൗ? വിത്തൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഇല്ലാതെ ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക്കൽ പവറിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യാത്ത ഡിവൈസാണ്, സ്റ്റാറ്റിക് ഡിവൈസാണ് ട്രാൻസ്ഫോർമർ. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ട്രാൻസ്ഫോർമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. അതായത് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡിവൈസാണ്, റൊട്ടേറ്റിംഗ് ഡിവൈസ് അല്ല. വിച്ച് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ പവർ, അത് ഇലക്ട്രിക്കൽ പവറിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. വിച്ച് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ പവർ എവിടെ നിന്ന് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക്. എങ്ങനെ? വിത്തൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി, ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഇല്ലാതെ. ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ മുഖാന്തരം. മ്യൂച്വൽ ഇൻഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത്, വാട്ട് ഈസ് മെൻ ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ? യു സ്റ്റഡിഡ് സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഇൻ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. എനിവേ അത് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അത് പറയാതിരിക്കുന്നില്ല, അത് പറഞ്ഞു വരാം, ചെറുതായിട്ട് പറയാം. It increases or decreases the voltage in a circuit with a corresponding decrease or increase in current. അപ്പോൾ when a transformer, so see the figure, two circuits, primary circuit and secondary circuit. അപ്പോൾ it transfers electrical power from one circuit to another circuit means it transfers electrical power from primary to secondary without change in frequency by mutual induction. While it transfers electrical power, അങ്ങനെ ഇലക്ട്രിക്കൽ പവറിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ്. എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കും, സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ പ്രൈമറിയേക്കാൾ ചിലപ്പോൾ വോൾട്ടേജ് കൂടാം സെക്കൻഡറിയിൽ, പ്രൈമറിയേക്കാൾ ചിലപ്പോൾ വോൾട്ടേജ് കുറയാം സെക്കൻഡറിയിൽ. Okay, while it transfers electrical power from one circuit to another circuit, it can increase or decrease the voltage with corresponding decrease or increase in current. അത് ശ്രദ്ധിക്കുക, ആ ഓർഡർ മാറിപ്പോകാൻ പാടില്ല. അതായത് ഇത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അപ്പുറത്ത്, അതായത് പ്രൈമറിയേക്കാൾ കൂടുതൽ വോൾട്ടേജ് സെക്കൻഡറിയിൽ കിട്ടുകയാണെങ്കിൽ അവിടെ കറണ്ട് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ V1നേക്കാൾ കൂടുതലാണ് V2 എങ്കിൽ I1നേക്കാൾ കുറവായിരിക്കും I2. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ അവിടെ കറണ്ട് കുറയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. ഇഫ് V2 ഈസ് ലെസ് ദാൻ V1, I2 വിൽ ബി ഗ്രേറ്റർ ദാൻ I1. എന്ന് ഞാൻ പറയാം, ഇഫ് V2 ഈസ് ഗ്രേറ്റർ ദാൻ V1, I2 വിൽ ബി ലെസ് ദാൻ I1. ഇഫ് V2 ഈസ് ലെസ് ദാൻ V1, I2 വിൽ ബി ഗ്രേറ്റർ ദാൻ I1. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് അവിടെ കുറയാണ്, വോൾട്ടേജ് കുറയും. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വെൻ വോൾട്ടേജ് ഇൻക്രീസസ് ദെൻ കറണ്ട് ഡിക്രീസസ്. വെൻ വോൾട്ടേജ് ഡിക്രീസസ് കറണ്ട് ഇൻക്രീസസ്. എന്താ കാരണം? ട്രാൻസ്ഫോർമർ കീപ്സ് ദ പവർ കോൺസ്റ്റൻറ്റ്. ട്രാൻസ്ഫോർമർ പവർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണമെങ്കിൽ ഇൻ ഓർഡർ ടു കീപ് ദ പവർ കോൺസ്റ്റൻറ്റ് P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ അവിടെ കറണ്ട് കുറയും, വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കൂടും. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും, വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കുറയും, അക്കോർഡിംഗ് ടു ഓംസ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോഴും പറയുന്നത് അതിന് എന്താ പറയുക, കോൺട്രാഡിക്ടറി ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്. ട്രാൻസ്ഫോർമറിൽ മാത്രം ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് പവറിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യത്തെ സർക്യൂട്ടിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് രണ്ടാമത്തെ സർക്യൂട്ടിലുണ്ടെങ്കിൽ ആദ്യത്തെ സർക്യൂട്ടിലുള്ള കറണ്ടിനേക്കാൾ കുറവ് കറണ്ടേ രണ്ടാമത്തെ സർക്യൂട്ടിൽ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അത് ദിസ് ഫിനോമിനൻ ഈസ് ഓൺലി ഫോർ ട്രാൻസ്ഫോർമർ ബിക്കോസ് ട്രാൻസ്ഫോർമർ കീപ്സ് ദ പവർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ പവർ കോൺസ്റ്റൻറ്റാണ്. പവർ കോൺസ്റ്റൻറ്റിലെ പവറിൻ്റെ രണ്ട് മെയിൻ ഫാക്ടേഴ്സ് ആർ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഇഫ് വോൾട്ടേജ് ഇൻക്രീസസ്
current should be decreased, then only the transformer can keep the power constant. അപ്പോൾ ട്രാൻസ്ഫോർമർ എപ്പോഴും പവറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തേണ്ടതുകൊണ്ട് വോൾട്ടേജ് കൂടുമ്പോൾ അവിടെ കറണ്ട് കുറയും, വോൾട്ടേജ് കുറയുമ്പോൾ അവിടെ കറണ്ട് കൂടും. ആ ഒരു രീതിയിലാണ്, ആ കൺസെപ്റ്റിലാണ് ഈ സാധനത്തെ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഓക്കെ. While it transfers electrical power from one circuit to another circuit, ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് പവറിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യത്തെ സർക്യൂട്ടിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് രണ്ടാമത്തെ സർക്യൂട്ടിലുണ്ടെങ്കിൽ ആദ്യത്തെ സർക്യൂട്ടിനേക്കാൾ കുറവ് കറണ്ടേ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം വോൾട്ടേജ് ഇൻറ്റു കറണ്ട് പവർ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ട്രാൻസ്ഫോർമർ കാണിക്കും. അപ്പോൾ ട്രാൻസ്ഫോർമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിതൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ. While it transfers electrical power, it can increase or decrease the voltage with the corresponding decrease or increase in current. അത് ആ പാചകത്തിൻ്റെ ഓർഡറിൽ മാറ്റം വരുത്താൻ പാടില്ല. അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഡിക്രീസ് ചെയ്യും, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഫ് എ ട്രാൻസ്ഫോർമർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ് അതിനെ പറയും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. ഇഫ് എ ട്രാൻസ്ഫോർമർ ഈസ് യൂസ്ഡ് ടു ഡിക്രീസ് ദ വോൾട്ടേജ് ഇറ്റ് ഈസ് നോൺ ആസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. പറഞ്ഞ പോയിന്റ് മനസ്സിലാണ്ടാവുന്നിരിക്കുന്നു. അപ്പോൾ വോൾട്ടേജ് പ്രൈമറിയേക്കാൾ കൂടുതൽ വോൾട്ടേജ് സെക്കൻഡറിയിൽ വരികയാണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് ഇസ് ഡിനോട്ടഡ് ആസ് V2, പ്രൈമറി വോൾട്ടേജ് ഇസ് ഡിനോട്ടഡ് ആസ് V1. ഇത് കാണിച്ചിരിക്കുന്ന ഫിഗറിലെ ട്രാൻസ്ഫോർമർ കൺസിസ്റ്റ് ഓഫ് എ കോർ. ഒരു കോർ ഉണ്ട്, ഒരു കോർ. ആ കോറുമ്പോൾ 2 വൈൻഡിങ്സ് ആർ ബൗണ്ട് ഓൺ ദി സെയിം കോർ. 2 വൈൻഡിങ്സ് ആർ. ഇനി അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പറയുന്നത് കേട്ടോ. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോർമർ ഒരു വൺ വേർഡ് ആൻസർ പറഞ്ഞു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ട്രാൻസ്ഫോർമർ കൺസിസ്റ്റ് ഓഫ് എ കോർ. കണ്ടോ, ഒരു സ്ക്വയർ ഷേപ്പിൽ, ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു കോർ അവിടെയുണ്ട്. ആ കോറുമ്പോൾ 2 വൈൻഡിങ്സ് ആർ വൗണ്ട് ഓൺ ദ സെയിം കോർ. The winding to which we are giving electrical supply known as primary. ഏത് വൈൻഡിങ്ങിലേക്കാണോ സപ്ലൈ കൊടുക്കുന്നത്, winding to which the voltage is given known as primary. The winding from which voltage is taken known as secondary. ലോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് എ സെക്കൻഡറി. അപ്പോൾ നമ്മുടെ വീടുകളൊക്കെ ലോഡാണ്. ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലേക്ക് കണക്ഷൻ വരുന്നത് ജനറേറ്ററിൽ നിന്ന് നേരിട്ടല്ല, ട്രാൻസ്ഫോമറിൽ നിന്നാണ്. അപ്പോൾ ജനറേറ്റർ ജനറേറ്റ് ചെയ്യാണ്. ആ ജനറേറ്റ് ചെയ്യുന്ന EMFനെ ട്രാൻസ്ഫോമറിലെത്തി ട്രാൻസ്ഫോമറാണ് നേരിട്ട് ലോഡിലേക്ക് എത്തിക്കുന്നത്. ലോഡ് മീൻസ് എനർജി കൺസ്യൂമബിൾ ഡിവൈസസ്. അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് കണക്ഷൻ വരുന്നത് ട്രാൻസ്ഫോമറിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോർമർ കൺസിസ്റ്റ് ഓഫ് 2 വൈൻഡിങ്സ് wound on a same core. ഓക്കെ. ഒരു കോറുമ്പോൾ തന്നെ 2 വൈൻഡിങ്. ദ വൈൻഡിങ് ടു വിച്ച് ദ വോൾട്ടേജ് ഈസ് ഗിവൺ. ഏത് വൈൻഡിങ്ങിലേക്കാണോ വോൾട്ടേജ് കൊടുക്കുന്നത് നോൺ ആസ് പ്രൈമറി. ദ വൈൻഡിങ് ഫ്രം വിച്ച് വോൾട്ടേജ് ഈസ് ടേക്കൺ നോൺ ആസ് സെക്കൻഡറി. അപ്പോൾ ഇവിടെ കൊടുത്ത് ദർ ഈസ് നോ ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. There is a magnetic link between primary and secondary which is nothing but core. ഒരു കോർ അവിടെ ഉണ്ട്. കോർ ഓക്കെ. സിലിക്കൺ സ്റ്റീലിൻ്റെ ഒരു മെറ്റീരിയലാണ് സാധാരണ കോറായിട്ട് യൂസ് ചെയ്യുക. സിലിക്കൺ സ്റ്റീൽ കോർ. എന്നിട്ട് അതിലൊരു 2 വൈൻഡിങ് ചുറ്റും 2 ലിമ്പിലായിട്ട്. ഓക്കെ. ഏത് വൈൻഡിങ്ങിലേക്കാണോ വോൾട്ടേജ് കൊടുക്കുന്നത് വിച്ച് ഈസ് നോൺ ആസ് പ്രൈമറി. ദ അതർ വൈൻഡിങ് ഫ്രം വിച്ച് വോൾട്ടേജ് ഈസ് ടേക്കൺ നോൺ ആസ് സെക്കൻഡറി. ഇനി എങ്ങനെ അതിൻ്റെ വർക്കിംഗ് എന്താണ് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ ശ്രദ്ധിക്കുക. വെൻ വി ഗീവ് ദ വോൾട്ടേജ് അക്രോസ് ദ പ്രൈമറി, വെൻ വി ഗീവ് വോൾട്ടേജ് V1, AC ആണ് കൊടുക്കുന്നത്. വി ആർ ഗിവിങ് AC വോൾട്ടേജ്. ഡോണ്ട് ഗീവ് DC ടു എ ട്രാൻസ്ഫോർമർ. വി ആർ അപ്ലൈങ് ഓൺലി AC ടു എ ട്രാൻസ്ഫോർമർ. ഓക്കെ. if we give DC to a transformer definitely it will burn. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം. when we give voltage to a transformer, that means when we give a primary voltage to a transformer, a current will flow through the primary winding. കാരണം പ്രൈമറി സെക്കൻഡറി തമ്മിൽ ദർ ഈസ് നോ ഇലക്ട്രിക്കൽ കണക്ഷൻ. ഒരു വയർ വഴിയുള്ള കണക്ഷൻ ഇല്ല. പക്ഷേ എന്ത് വഴിയുണ്ട്, ഈ കോറുമ വൈൻഡിങ് ചുറ്റിയിട്ട് ആ വൈൻഡിങ്ങിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ദിസ് കോർ വിൽ ബിക്കം എ മാഗ്നറ്റ്. ആ കോർ എന്തായിട്ട് മാറും, മാഗ്നറ്റായിട്ട് മാറും. അപ്പോൾ ഒരു കോർ 2 വൈൻഡിങ്, 2 വൈൻഡിങ്സ് ആർ വൗണ്ട് ഓൺ ദ സെയിം കോർ. ദ വൈൻഡിങ് ടു വിച്ച് വി ആർ ഗിവിംഗ് ദ വോൾട്ടേജ് ഈസ് നോൺ ആസ് പ്രൈമറി, that is V1. When we give V1 across the primary, a current will flow through the primary. Then the core will become a magnet, or core is magnetized, or in theoretically we can say a flux is developed in the core. A flux is developed in the core. ആ കോറിൽ ഒരു ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യാന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ആ കോറ് മാഗ്നറ്റായിട്ട് മാറി. തിയററ്റിക്കലി ആ കോറിൽ ഒരു ഫ്ലക്സ് ഡെവലപ്പ് ചെയ്തു, ഡിനോട്ട് ആസ് phi, which in this figure it is shown as dotted line. Flux phi is shown as dotted line. Dotted line കാണിച്ചിരിക്കുന്ന ഫ്ലക്സ് ആണ്, phi ആണ്. എപ്പോഴാണ് ഫ്ലക്സ് phi ഉണ്ടായത്, വൈൻഡിങ്ങിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിട്ടപ്പോൾ. ഏത് വൈൻഡിങ്ങിലൂടെ, പ്രൈമറി വൈൻഡിങ്ങിലൂടെ.
ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വോൾട്ടേജ് ട്രാൻസ്ഫർ ചെയ്യണേ, അല്ലെങ്കിൽ എങ്ങനെയാണ് സെക്കൻഡറിയിലേക്ക് വോൾട്ടേജ് വരുന്നത്? ഹൗ ദ പവർ ട്രാൻസ്ഫേഴ്സ് ഫ്രം പ്രൈമറി സർക്യൂട്ട് ടു സെക്കൻഡറി സർക്യൂട്ട് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഡെഫിനേഷൻ ആലോചിക്കുക. ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. എങ്ങനെയാണെന്നാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെൻ വി ഗീവ് ദ വോൾട്ടേജ് അക്രോസ് ദ പ്രൈമറി, എ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ പ്രൈമറി, then a flux is developed in the core which is denoted as phi എന്ന് പറഞ്ഞാൽ ആ കോറ് മാഗ്നറ്റായിട്ട് മാറി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിനോയിഡ്, ഒരു കോറും ഒരു കോയിൽ ചുറ്റിയിട്ട് ആ കോയിലേക്കൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ആ കോർ എന്തായിട്ട് മാറും? മാഗ്നറ്റായിട്ട് മാറും. ഓക്കെ, യെസ്, ആ കോറ് മാഗ്നറ്റായിട്ട് മാറും. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആണ് N1, നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ സെക്കൻഡറി N2. ഓക്കെ, ആ ഫ്ലക്സ് ലിങ്ക്സ് വിത്ത് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഈ ഫ്ലക്സ്, കോയിൽ എന്ന് പറഞ്ഞാൽ കണ്ടക്ടറാണ്, രണ്ട് കോപ്പർ കോയിലുകളാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. ദീസ് ഫ്ലക്സ് ലിങ്ക്സ് വിത്ത് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൻഡ് ഇറ്റ് ഇൻഡ്യൂസസ് ആൻ EMF in both primary and secondary represented as E1 and E2 respectively. അപ്പോൾ പ്രൈമറിയിലും ഒരു EMF ഉണ്ടായി, represented as E1, സെക്കൻഡറിയിലും ഒരു EMF ഉണ്ടായി, represented as E2. ഓക്കെ, പ്രൈമറിയിലൊരു EMF ഉണ്ടായി, represented as E1, സെക്കൻഡറിയിലൊരു EMF ഉണ്ടായി, E2. മനസ്സിലാവുണ്ടോ? when we give the voltage across the primary, a current will flow through the primary, then a flux is developed in the core. This flux links both primary and secondary. Then an EMF is induced according to Faraday's first law of electromagnetic induction. According to Faraday's first law of electromagnetic induction, an EMF is induced in both primary and secondary. Okay, അതിൽ ഈ പ്രൈമറിയിൽ ഉണ്ടാകുന്ന EMF ആണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. വൈ? ഇറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു കറന്റ് ചേഞ്ച് ഓർ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ സെയിം കോയിൽ. കാരണം പ്രൈമറിയിലേക്കാണ് നമ്മളെ കൂടെ സപ്ലൈ കൊടുത്തത്. അപ്പോൾ പ്രൈമറിയിൽ നമ്മൾ ഒരു കറണ്ട് കടത്തി വിട്ടു, അതുമൂലം പ്രൈമറിയിൽ ഒരു EMF ഉണ്ടായി. അപ്പോൾ സെൽഫായിട്ടാണ് അവിടെ ഇൻഡ്യൂസ് EMF എന്ത്. അതേസമയം an EMF is induced in the secondary denoted as E2. കണ്ടോ, ഇവിടെ EMF ഡെവലപ്പ് ചെയ്തു. എങ്ങനെയാണ്? വയർ വഴിയാണോ കണക്ഷൻ? അല്ല, ഇലക്ട്രിക്കൽ വയർ വഴി കണക്ഷൻ ഇല്ല. സിൻസ് there is no electrical connection between E1 and E2, even then an EMF is developed in the secondary by mutual induction. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? മ്യൂച്വൽ ഇൻഡക്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു കറന്റ് ചേഞ്ച് ഓർ ഫ്ലക്സ് ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ദ അതർ കോയിൽ. കണ്ടോ, രണ്ട് കോയിലുകൾ രണ്ടും ഒരേ കോറുമ കണക്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ വൈൻഡ് ചെയ്തിരിക്കുന്നു. ഒരു കോയിലാണ്, പ്രൈമറി കോയിലാണ് കറണ്ട് ചേഞ്ച് എല്ലാം സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് സംഭവിച്ചത് എവിടെയാണ്? സെക്കൻഡറിയിൽ. പക്ഷേ അത് തമ്മിൽ എന്ത് വേണം? ഒരു മാഗ്നറ്റിക് ലിങ്കിങ് വേണം. ആ മാഗ്നറ്റിക് ലിങ്കാണ് എന്തെന്ന് പറയുന്നത്? കോർ. അപ്പോൾ ഒരേ കോറുമ്പോൾ രണ്ട് വൈൻഡിങ് കടത്തി വിട്ടിട്ട് ഒരു കോയിലിൽ കൂടെ സപ്ലൈ കടത്തി വിടുന്നു. അപ്പോൾ അതിലൊരു EMF ഉണ്ടാവുന്നു. അതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF E1 പ്രൈമറിയിൽ. ആ ഫ്ലക്സ് തന്നെ, സെയിം ഫ്ലക്സ് കട്ട്സ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി ഓൾസോ നോൺ ആസ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ എങ്ങനെയാണ് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് കറണ്ട് EMF ഉണ്ടായത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി ഡ്യൂ ടു കറന്റ് ചേഞ്ച് ഓർ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ അതർ കോയിൽ. അതർ കോയിൽ മീൻസ് ഹിയർ പ്രൈമറി. പ്രൈമറിയിലെ കറണ്ട് ചേഞ്ച് കൊണ്ടോ ഫ്ലക്സ് ചേഞ്ച് കൊണ്ടോ സെക്കൻഡറിയിൽ ഒരു EMF ഉണ്ടായി. പ്രൈമറിയിലെ കറണ്ട് ചേഞ്ച് കൊണ്ടോ ഫ്ലക്സ് ചേഞ്ച് കൊണ്ടോ സെക്കൻഡറിയിലെ ഒരു EMF ഉണ്ടായി. അതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ സെക്കൻഡറി അതാണ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? അത് എവിടേക്ക് കണക്ട് ചെയ്യുന്നു? ഒരു ലോഡിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ E2 ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ദിസ് ഇൻഡ്യൂസ്ഡ് EMF E2 ക്യാൻ സർക്കുലേറ്റ് എ കറണ്ട് ത്രൂ ദ ലോഡ്. അപ്പോൾ V1 കൊടുത്തിട്ടാണ് E1 ഉണ്ടായത്. V1ൽ നിന്നാണ് E1, E2വിൽ നിന്നാണ് V2 ഉണ്ടാവണേ. അപ്പോൾ ആദ്യം ഉണ്ടാവുന്നത് E2 ആണ്. നമ്മൾ ആദ്യം കൊടുക്കുന്നത് V1, ദെൻ പ്രൈമറിയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു E1, ദെൻ ഒരു ഫ്ലക്സ് ഡെവലപ്പ് ചെയ്തു, അതായത് കോറ് മാഗ്നറ്റായിട്ട് മാറി. അതുമൂലം EMF ഇൻഡ്യൂസ് ചെയ്തു ഇൻ സെക്കൻഡറി ഡിനോട്ടഡ് ആസ് E2. ഈ E2 when we connect the load across the secondary load എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനർജി കൺസ്യൂമർ ഡിവൈസസ്, നമ്മുടെ വീടുകൾ, ഫാക്ടറികൾ, ഇതൊക്കെ ലോഡാണ്. ഫാന്, മിക്സി, മോട്ടർ, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും ലോഡാണ്. when we connect a load across the secondary, what happening is this E2 can circulate a current through the load. അപ്പോൾ ലോഡിൽ കൂടെ കറണ്ട് പാസിക്കാം. ഏതാ? EMF എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് തന്നെയാണ്. this E2 can circulate a current through the load. Okay, then a voltage is developed across the secondary denoted as V2.
or terminal voltage V2. Supply voltage V1. Terminal voltage means voltage across the load V2. Okay. So E1 will be less than V1. V1 നേക്കാൾ കുറയും E1. V2 is less than E2. കാരണം V1 ൽ നിന്ന് V1 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ പ്രൈമറി കോയിൽ ഇസ് ഈക്വൽ ടു E1. E2 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്കൻഡറി കോയിൽ ഇസ് ഈക്വൽ ടു V2. അപ്പോൾ V2 ഈസ് ലെസ് ദാൻ E2. വെറുതെ ബൈ ഹാർട്ട് പഠിക്കുന്നത്, മനസ്സിലാക്കി പഠിക്കാം. E1 ഈസ് ലെസ് ദാൻ V1. അപ്പോൾ V1 കൊടുക്കുന്ന V1 അത്രയും E1 ആയിട്ട് കൺവെർട്ട് ചെയ്യില്ല, കുറച്ച് ഡ്രോപ്പ് ഉണ്ടാവും. എത്രയും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, പ്രൈമറിയിലത്തെ അത്രയും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ E1 ഈസ് ലെസ് ദാൻ V1. അതേസമയം V2 വോൾട്ടേജ് V2 ഈസ് ലെസ് ദാൻ E2. കാരണം ആദ്യം ഉണ്ടാകുന്നത് E2 ആണ്. അതിലെ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പൊക്കെ കഴിച്ച് ബാക്കിയുള്ള വോൾട്ടേജ് സെക്കൻഡറിയിലെ വോൾട്ടേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓക്കെ. സോ ഇത്രയാണ് കാര്യങ്ങൾ, ആദ്യത്തെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇനി E1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കുക. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ മൈനസ് സൈൻ ഈസ് യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ലെൻസസ് ലോ എന്ന് പഠിച്ചിട്ടുണ്ട്. E1 ഈസ് ഈക്വൽ ടു മൈനസ് N1 ഇൻറ്റു d∅dt. E2 ഈസ് ഈക്വൽ ടു മൈനസ് N2 ഇൻറ്റു d∅dt. d∅dt മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ആണ്. N ഇൻറ്റു d∅dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. മൈനസ് സൈൻ ഈസ് യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ലെൻസസ് ലോ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ E2 ഗ്രേറ്റർ ദാൻ E1 അല്ലെങ്കിൽ V2 ഗ്രേറ്റർ ദാൻ V1 കരുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. E2 ലെസ് ദാൻ E1 ആൻഡ് V2 ലെസ് ദാൻ V1 ആണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. If E2 is equal to E1 and V2 is equal to V1, then it is known as 1:1 ratio transformer. അതായത് 1:1 എഴുതുക, പറയുമ്പോൾ 1:1 എഴുതുകയാണ്, പറയുമ്പോൾ 1:1 ratio transformer. അപ്പോൾ E1 is equal to rate of change of flux linkage in primary. E1 is equal to minus N1 into d∅dt. E2 is equal to minus N2 into d∅dt. N into d∅ dt means flux linkage, rate of change of flux linkage. Okay. Second law ആണ്, Faraday second law. Magnitude of induced EMF is equal to rate of change of flux linkage. അത് പ്രകാരമാണ് ആ ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. E1 is equal to minus N1 into d∅ dt. മനസ്സിലായ? Magnitude of induced EMF is equal to Faraday's second law of electromagnetic induction. Magnitude of induced EMF is equal to rate of change of flux linkage. E1 is equal to minus N1 into d∅ dt. E2 is equal to minus N2 into d∅ dt. Okay. So magnitude of induced EMF is equal to rate of change of flux linkage. Rate of change of flux linkage. അതാണത്. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം. ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമർ കൺസിസ്റ്റ് ഓഫ് എ കോർ on which we are providing two winding. The winding to which the voltage is given known as primary. The winding from which voltage is taken known as secondary. Or in other words, we can say the winding across which load is connected. The winding across which load is connected known as secondary. എന്താണ് ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ഫോർമർ? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിതൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വെൻ വി ഗീവ് ദ വോൾട്ടേജ് അക്രോസ് ദ പ്രൈമറി ഓഫ് ദി ട്രാൻസ്ഫോർമർ, അപ്പോൾ എന്താ സംഭവിക്കുക? എ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ പ്രൈമറി. Then a flux is developed in the core. Core ഒരു flux develop ചെയ്യും, denoted as phi. This flux phi links with both primary and secondary, and an EMF is induced in primary and secondary respectively, denoted as E1 and E2. E1 is the self-induced EMF in primary. E2 is the mutually induced EMF in secondary. Mutual എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ രണ്ട് കോയിൽ വരണം. അതായത് സെക്കൻഡറിയിൽ EMF ഉണ്ടാവുന്നത് പ്രൈമറി കോയിലുണ്ടായ കറണ്ട് ചേഞ്ചിൻ്റെയോ ഫ്ലക്സ് ചേഞ്ചിൻ്റെയോ ഫലമായിട്ടാണ്. ഇറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഡ്യൂ ടു കറണ്ട് ചേഞ്ച് ഓർ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ അതർ കോയിൽ. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. What about E1? It is the EMF induced in the same coil due to current change or flux change in it. Due to current change or flux change, it is the EMF induced in a coil due to current change or flux change in the same coil. ഒന്നുകൂടി പറയാം. What is meant by self-induced EMF? It is the EMF induced in a coil due to current change or flux change in the same coil. Give the equations for E1 and E2. E1 is equal to minus N1 into d∅dt. What is it? It is according to Faraday's second law of electromagnetic induction.
magnitude of induced EMF is equal to rate of change of flux linkage. E1 is equal to minus N1 into d phi by dt. E2 is equal to minus N2 into d phi by dt. Okay, magnitude of induced EMF is equal to rate of change of flux linkage. If E2 greater than E1 and V2 greater than V1, it is a step up transformer. If E2 less than E1 and V2 less than V1, it is a step down transformer. If E2 is equal to E1 or V2 is equal to V1, it is known as 1:1 transformer. വായിക്കുന്നത് 1:1 ratio transformer. ഇനി V1 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ പ്രൈമറി കോയിൽ ഇസ് ഈക്വൽ ടു E1. പ്രത്യേകം ശ്രദ്ധിക്കാം. E2 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്കൻഡറി കോയിൽ ഇസ് ഈക്വൽ ടു V2. സോ V2 ഈസ് ലെസ് ദാൻ E2. E1 ഈസ് ലെസ് ദാൻ V1. ഇതാണ് പ്രൈമറി ആയിട്ട് പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് കംപ്ലീറ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്.